CPM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണുകയാണ്. അത് ശ്രദ്ധയെ കൊണ്ടുവരാനാണ് CPIM ഇടതുപക്ഷവും എല്ലാം ശ്രമിക്കുന്നത്. മതേതര വ്യക്തിത്വങ്ങളും ആ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് തന്നെ പലർക്കും അറിയാവുന്ന ഈ RSSൻ്റെ നിഗൂഢതയ്ക്കുള്ളിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളാണ്. അത് RSSൽ തന്നെയുള്ള ഒരാൾ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവന് ഒടുക്കിയത്. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളതും മാധ്യമങ്ങളുടെ ഇന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല, ഒരുപാട് പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ കേരളത്തിലെ ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി അവിടുത്തെ പോലീസ് സംവിധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ വൈകൃതങ്ങൾ അതിനുത്തരവാദികളായവരെ കണ്ടുപിടിച്ച് ശക്തമായ നടപടിയെടുക്കുന്നതിലൂടെയാണ് ഇതിനെല്ലാം നിരുത്സാഹപ്പെടുത്താൻ കഴിയുക. പക്ഷേ RSS നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റം മാത്രമല്ലല്ലോ, വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനും അവർ പലപ്പോഴും മുതിർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആത്മവിശ്വാസം നടത്തി ഇതൊന്നും തിരുത്തും എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എന്നാലും സാധാരണതയിൽ നമ്മൾ RSSൻ്റെ സമുന്നതമായ നേതൃത്വം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമീപനത്തിൽ നിന്നും RSSനെ പിന്തിരിപ്പിക്കുന്നത് RSSലെ തന്നെ പ്രവർത്തകരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതവർ ആലോചിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കോൺഗ്രസ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് FIRൽ RSSന്റെ പേരില്ല, RSS നേതാക്കളുടെ പേരില്ല? അത് ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിലടക്കം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിട്ടും ഈ സർക്കാരിന് അല്ലെങ്കിൽ പോലും അവിടുത്തെ സിസ്റ്റത്തിന് ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ അൺരജിസ്റ്റേർഡ് ആണ് എന്ന് പവൻകേര വിശേഷിപ്പിച്ച സിസ്റ്റത്തെ ഭയമാണോ എന്നാണ് ചോദിച്ചത്. ഇല്ല, ഈ ചോദ്യം സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ എന്തെങ്കിലും പ്രതികരിക്കുന്നത് അനുചിതമാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ FIR ഇട്ടതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും ചുമതലപ്പെട്ടവരും വിശദീകരിക്കും. ഒരു ചോദ്യം ലഭിച്ചതായിട്ട് സ്ഥിരീകരിക്കാതെ തന്നെ താങ്കൾ സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ഇത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും ചെന്നൈയിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് തലനാരിഴകീറി നടക്കുന്ന വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഞാൻ ആദ്യം ചെയ്യുകയാണ്. അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ചെന്നൈയിലൊരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് വളരെ വ്യക്തമാണ്. അവിടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ചില ചാനലുകളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പൊതുവിൽ കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമച്ച് ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്, കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതായിട്ട് എനിക്കറിയുന്നില്ല. ഇത് സമൻസ് കിട്ടിയെന്നോ ഒന്നും സ്ഥിരീകരിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ഇവിടെ സംഭവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, അല്ല ഇത് ഇത്രാം തീയതി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ്, അസംബന്ധമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഭയപ്പെടാൻ യാതൊരു കാര്യങ്ങളുമില്ല, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു സമൻസ് നൽകപ്പെട്ടു എന്നത് MA ബേബിത ചെന്നൈയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടക്കുന്നു എന്നുള്ളത്. അടുത്ത ദിവസം അതിരാവിലെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ ഇറങ്ങുമ്പം തന്നെ എനിക്കൊരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ സഖാവേ. ഓ, നടത്തിക്കോട്ടെ, കുഴപ്പമില്ലെന്ന്. ഞാനിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത്, ഇത് അച്ചടിച്ച മനോരോഗമുള്ള ആ പത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചാനലിൻ്റെ സുഹൃത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളാരുമില്ല. അപ്പോൾ പലരും പരിഭവിച്ചു, അദ്ദേഹത്തിന് മാത്രം ഇതിനാണ് കൊടുത്തത്. ഇത് ഞാൻ കൊടുക്കുന്നതല്ല, ആ പരിപാടി ചില നേതാക്കന്മാർക്ക് ഉണ്ടാവും, എന്നാൽ ഞാൻ ആ കാറ്റഗറിയിൽപ്പെട്ട ആളല്ല. അപ്പോൾ ഇവരിത് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. അവിടെ ഞാൻ സംശയരഹിതമായി അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു.
ഉണ്ടാവാം, അത് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു, 2 വർഷം മുമ്പ് നടത്തിയെന്ന് പറഞ്ഞല്ലോ, ഇപ്പം അതിനെന്ത് സംഭവിച്ചു? അതിപ്പോൾ ഇല്ല. അപ്പോൾ അത് പിൻവലിച്ച് കാണും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇ ഡിക്ക് ഒരു ഫുൾ ഫോം പറഞ്ഞു, പിന്നെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെൻറ്റ് BJPയുടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതുപോലെ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ഇത് ഒരു പത്രമാണ് EDയുടെ ജോലി കെട്ടിച്ചമയ്ക്കുക. UDFൻ്റെ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പത്രം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഒരു പത്രമല്ല, പല പത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവർ കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇപ്പം മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവുമില്ല, വ്യത്യാസവുമില്ല. ആ അസംബന്ധം മനോരമയുടെ നേതൃത്വത്തിൽ നടത്തിയ അസംബന്ധമാണോ അതോ ED തന്നെ നടത്തിയ അസംബന്ധമാണോ എന്നുള്ളതിനകത്താണ് ഇപ്പോൾ അവ്യക്തതയുള്ളത്. ഇപ്പം ഈ ഒരു പത്രം കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ല, മുഖ്യമന്ത്രി ഇതിനകത്ത് വിശദീകരിച്ചതുകൂടി ഇത് സംബന്ധിച്ച് പൂർണ്ണമായി വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് CPIMൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധ്യം. അതിനപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അല്ല, സുഹൃത്തിൻ്റെ ചോദ്യത്തിനകത്ത് ഞാനുള്ളൊരു അപകടം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മുഖ്യമന്ത്രിയെ നിങ്ങൾ സമൻസുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിവാദ സമൻസിനകത്ത് മുഖ്യമന്ത്രി കഥാപാത്രമേ ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോഴും നിങ്ങളുടനെ ചോദ്യം എങ്ങനെയാക്കി? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സമൻസ് എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് പോണ്ട. ഇങ്ങനെ EDയും ചില EDയെ സഹായിക്കാനുള്ള പത്രങ്ങളും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളുടെ പിന്നെ ഏജന്റന്മാരായി നിങ്ങളാരും മാറണ്ട. അത്രേ എനിക്ക് പറയാം. ഈ ഒരു വാർത്ത വരുന്നത് വരെ ഈ സമൻസ് പാർട്ടിക്ക് മുന്നിലില്ല. ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമൻസ് വിവാദത്തിലാണ് CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഈ സമൻസ് മുഖ്യമന്ത്രിയുടെ മകന് നൽകി, അല്ലെങ്കിൽ മകനെതിരെ അങ്ങനെ ഒരു സമൻസ് ഉണ്ട് എന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചല്ലോ എന്ന് മുഖ്യമന്ത്രിയോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം ഒരു പരാമർശം MA ബേബി നടത്തിയത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിശദീകരിച്ചത്. അത് ചെന്നൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് എന്നും അത് പറയാനിടയ സാഹചര്യം എന്താണ് എന്നുമാണ് MA ബേബി ഇപ്പോഴത് തിരുത്തുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഒന്നും പറയാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നും CPM ജനറൽ സെക്രട്ടറി വിശദീകരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.